സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? ആ തരത്തിലുള്ള നീക്കം പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടോ? തീർച്ചയായിട്ടും സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് പുറത്തു പോകാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. ഏതായാലും അത് സംബന്ധിച്ച് കൃത്യമായ ഒരു നിർദ്ദേശം CPM-ൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്നോ നാളെയോ ആയിട്ട് അതിൻ്റെ ഒരു അവസാനഘട്ട ഉത്തരവ് ആയിട്ട് തന്നെ ഇറങ്ങുമെന്നുള്ളതാണ്. ഇന്ന് തന്നെ നമ്മൾ ആ തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാളെയും CPM-ന്റെ സെക്രട്ടേറിയറ്റ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. മറ്റന്നാൾ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ചേരുന്നുണ്ട്. ഈ പാർട്ടി യോഗങ്ങളിലൊക്കെ തന്നെ ഈ കാര്യങ്ങൾ വിശദമായി ചർച്ചയാകും. പ്രത്യേകിച്ച് പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും നയരൂപീകരണ സമിതിയിൽ ഇനി മുകേഷ് തുടരുന്ന കാര്യം വളരെയധികം പ്രയാസമാണ്. ഏതായാലും പാർട്ടിയിലും വലിയ തോതിലുള്ള ഒരു എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം MLA സ്ഥാനത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് പാർട്ടിയിൽ ഇപ്പോഴും ഒരു അയവ് മുകേഷിന് ലഭിക്കുന്നത്. ഏതായാലും MLA സ്ഥാനത്തിൻ്റെ കാര്യത്തിൽ പാർട്ടി കൃത്യമായ ഒരു നിലപാട്, MLA സ്ഥാനം രാജിവെക്കണമെന്ന് തുറന്ന ഒരു സമീപനത്തിലേക്ക് പാർട്ടി കടക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുക. ഏതായാലും ഈ കേസ് എടുത്തതോടുകൂടി എന്താണ് ഇനി പാർട്ടിയുടെ സമീപനം എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ CPM-ന്റെ നേതാക്കളെല്ലാം തന്നെ പ്രതിരോധിച്ചത് ഏറ്റവും പ്രധാനമായും എൽദോസ് കുന്നപ്പള്ളിയുടെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ MLA ആയിട്ടുള്ള എൽദോസ് കുന്നപ്പള്ളി അതോടൊപ്പം വിൻസെന്റിൻ്റെയൊക്കെ കേസുകൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിരോധം തീർത്തത്. പക്ഷേ ഇനി എത്രമാത്രം ആ രീതിയിൽ മുന്നോട്ട് പോകാൻ CPM-ന് കഴിയുമെന്നുള്ളതാണ് ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം. അതോടൊപ്പം തന്നെ CPM-നെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം കൂടുതൽ ആരോപണങ്ങൾ ഇത്തരത്തിൽ വരുന്നു, കേസുകൾ തന്നെ എടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. നടി ഗുരുതരമായ ലൈംഗിക അതിക്രമ പരാതികൾ മുകേഷിനെതിരെ വരുന്നു. അത് തുടർച്ചയായിട്ട് പല ഘട്ടങ്ങളിൽ പലരുടെ ഭാഗത്തു നിന്ന് വരുന്നു. അതൊക്കെ തന്നെ ഗൗരവമായി തന്നെ പാർട്ടി കാണുന്നുണ്ട്. ഏതായാലും വിശദമായി ഈ കാര്യങ്ങൾ നാളെ നടക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിലും മറ്റന്നാൾ നടക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിലും ഉന്നയിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഏതായാലും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അത് പാർട്ടിക്ക് കൂടുതൽ ക്ഷീണം ഉണ്ടാക്കും. കാരണം കൊല്ലത്തിപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ MLA സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ കടക്കും. അവിടെ ഒരു ജയസാധ്യത പോലും തന്നെ നഷ്ടപ്പെട്ടേക്കാം. അത് കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് വരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ പാർട്ടി ആ ഒരു നിലപാട്, MLA സ്ഥാനം രാജിവെക്കണം എന്നൊരു നിർദ്ദേശത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്ക് കടക്കുമോ എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഒപ്പം കൊല്ലത്ത് നിന്ന് അത് പ്രാദേശികമായി മുകേഷിനെതിരെ വലിയ തോതിലുള്ള ഒരു എതിർപ്പുണ്ട്. ഇനി ഏതായാലും സംസ്ഥാന ഘടകത്തിൻ്റെയും CPM-ന്റെ സെക്രട്ടേറിയറ്റിൻ്റെയും സംസ്ഥാന കമ്മിറ്റിയുടെയും ഒക്കെ ഒരു തീരുമാനമായിരിക്കും ഈ മുകേഷിൻ്റെ MLA സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് അന്തിമമായി വരിക. ഏതായാലും നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് പുറത്തു പോകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. നമ്മളതിനെ രാഷ്ട്രീയമായി വിലയിരുത്തിയാൽ CPI പോലും വളരെ ശക്തമായി തുടക്കം മുതൽ പറയുന്നുണ്ട് ആ തൽസ്ഥാനത്ത് നിന്ന് മുകേഷ് മാറി നിൽക്കണം, കൃത്യമായ നടപടികൾ ഉണ്ടാവണം തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാരിന്റെ സമീപനം അത് അനുകൂലമായിരിക്കും എന്ന് CPI തുടക്കം മുതൽ പറയുന്നുണ്ട്. അക്കാര്യത്തിൽ ഈ മുന്നണിക്കുള്ളിൽ ഒരു തർക്കവും നിലനിൽക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായിട്ടും മുന്നണിക്കുള്ളിൽ വലിയ തോതിലുള്ളൊരു അമർഷം CPM ഇപ്പോൾ നേരിടുന്നുണ്ട് ഈ മുകേഷിനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ CPM ഏറെക്കുറെ കൂടുതൽ കുഴപ്പത്തിലായിരിക്കുന്നത്. കാരണം തുടർച്ചയായി ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനകൾ CPI നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്നു. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ രാജി വെക്കേണ്ട ആവശ്യമുണ്ടോ എന്ന കാര്യത്തിൽ അതിപ്പോൾ പെട്ടെന്ന് പറയാൻ കഴിയില്ല. കൂടുതൽ ആലോചനകൾക്ക് ശേഷം അല്ലെങ്കിൽ യോഗ കൂടി തീരുമാനിച്ച ശേഷം മാത്രമേ പറയാൻ കഴിയൂ എന്നൊക്കെ പറഞ്ഞ് ഒഴിയുമ്പോഴും അത് കൃത്യമായൊരു സൂചിക നൽകുന്നുണ്ട്. കാരണം മുകേഷിൻ്റെ രാജിയാണ് ഈ മറ്റ് പാർട്ടികളും LDF-ലുള്ള മറ്റ് ഘടകകക്ഷികളും ആവശ്യപ്പെടുന്നത് എന്ന ഒരു ഗുരുതരമായ കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ CPM-ന് കൂടുതൽ പ്രതിരോധിച്ചുകൊണ്ട്, പ്രതിപക്ഷം പറയുന്ന ഒരു ആരോപണമാണെങ്കിൽ കൂടുതൽ പ്രതിരോധം തീർത്തുകൊണ്ട് എൽദോസ് കുന്നപ്പള്ളിയുടെയും അല്ലെങ്കിൽ വിൻസെന്റിൻ്റെയും ഒക്കെ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് കൂടുതൽ പ്രതിരോധം തീർത്ത് മുന്നോട്ട് പോകാം. പക്ഷേ CPI കൂടി അല്ലെങ്കിൽ മറ്റ് ഘടകകക്ഷികൾ കൂടി ഇത്തരത്തിൽ എതിർപ്പറിയിച്ച് മുന്നോട്ട് വരുമ്പോൾ CPM-ന് അത് തള്ളിക്കളഞ്ഞ് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറെ പ്രത്യേകതയുള്ള കാര്യം. ഏതായാലും CPM-ന്റെ ഒരു ഔദ്യോഗിക നിലപാട് നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് അറിയാം. ഏതായാലും സിനിമാ നയരൂപീകരണ സമിതിയിൽ മുകേഷ് കാണില്ല എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അതിൻ്റെ ഒരു തീരുമാനം വരേണ്ട ഒരു കാലതാമസം വരെ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഉണ്ണികൃഷ്ണനെയും ഈ നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറ്റണം എന്നുള്ള ആവശ്യവുമായി സംവിധായകൻ വിനയനടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിലും സർക്കാരിൻ്റെ ഒരു നിലപാട് അറിയേണ്ടതുണ്ട്. ഇതെല്ലാം കൂടി നിൽക്കുമ്പോൾ ഒരുപക്ഷെ ഇത് പുനഃസംഘടിപ്പിക്കാനുള്ളൊരു സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ശരി സ്റ്റെഫിൻ, ശ്യാംപ്രസാദ് ഉത്തമൻ തുടരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. ശ്യാംപ്രസാദ്, വളരെ നിർണായകമായ ഘട്ടത്തിലൂടെയാണ് പാർട്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വളരെ അധികം പ്രതിരോധം തീർത്തിട്ടും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ.
ചുറ്റുപാട് നിന്നുമുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ, അതിനിടയിൽ ഒരു സീറ്റ്, കൊല്ലത്തൊരു സീറ്റ് നഷ്ടപ്പെട്ടാൽ പിന്നീട് ആ ഒരു സീറ്റ് നേടിയെടുക്കാൻ പറ്റുമോ എന്ന ഒരു വിശ്വാസമില്ലായ്മ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ, കൊല്ലത്തെ CPM കോട്ട തകരുമോ എന്ന വിശ്വാസം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടി എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നയരൂപീകരണ സമിതിയിൽ നിന്നും മാറ്റി നിർത്തി പാർട്ടിയുടെ മാനം രക്ഷിക്കുകയായിരിക്കുമോ ചെയ്യുക, അതോ MLA സ്ഥാനത്ത് നിന്ന് തന്നെ മാറി നിൽക്കാൻ മുകേഷിനോട് പാർട്ടി ആവശ്യപ്പെടുമോ? തീർച്ചയായിട്ടും അത് തന്നെയാണ് മൂർത്തി. അതായത് ഈ ചലച്ചിത്ര നയ രൂപീകരണ സമിതിയിൽ നിന്നും ഒരുപക്ഷെ മുകേഷിനെ മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങനെ ഇതിൽ ഒരു പാർട്ടി ഒരു നടപടി എന്ന രീതിയിലേക്കും മറിച്ച് ഈ MLA സ്ഥാനത്ത് തുടരുകയും കൂടാതെ ഈ കേസിൻ്റെ വിചാരണ നേരിട്ട് അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാരനാണ് എങ്കിൽ മാത്രം മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നാൽ മതി എന്ന ഒരു നിലപാടായിരിക്കും ഇനി CPM സ്വീകരിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അത്തരത്തിലൊരു നിലപാടിലേക്ക് CPM പോയാലും പക്ഷേ അത് എങ്ങനെ ജനങ്ങളെ ബോധ്യപ്പെടുത്തും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മുകേഷ് ഒരു നടനാണ്. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ മുൻകാല പശ്ചാത്തലം ആ കാര്യങ്ങളൊന്നും അത്രക്ക് വെടിപ്പല്ല എന്ന ഒരു പ്രചരണം ഇപ്പോൾ നിഴലിക്കുന്നുണ്ട്. നിലവിൽ ഈ മുകേഷിനെതിരെ ഇപ്പോൾ ഈ സ്ത്രീ കൊടുത്തിരിക്കുന്ന പരാതിയിൽ 3 വകുപ്പുകൾ തന്നെ ചുമത്തിയിട്ടുണ്ട്. 354, അതോടൊപ്പം തന്നെ ഈ 452, 509, അതായത് സ്ത്രീത്വത്തെ അപമാനിക്കൽ, അതിക്രമിച്ച് കയറൽ തുടങ്ങിയുള്ള വകുപ്പുകളടക്കമാണ് ഈ മരട് പോലീസ് സംബന്ധിച്ച് ചുമത്തിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും ഇവർ ഉന്നയിച്ച പരാതി, അതായത് മുകേഷ് ഇവരോട് സംസാരിച്ച രീതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വളരെ മോശപ്പെട്ടതാണ് എന്നതാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ സ്ത്രീ, അതായത് ഈ ചലച്ചിത്ര നടി പങ്കുവച്ചത്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇന്നലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഇവർ പറയുകയും ചെയ്തു. അത് വീഡിയോ ചിത്രീകരണം ഉൾപ്പെടെ ഈ അന്വേഷണ സംഘം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടം, അതായത് 2000 കാലഘട്ടത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിലായതിനാൽ തന്നെയാണ് ഈ IPC വകുപ്പ് ചുമത്തിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. നിലവിൽ